ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല ക്രീമിയും ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് റെഡിയാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത 5 പീസ് ചിക്കൻ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളകും 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തത് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ ഈ മൈദ ഒന്ന് കുക്കായി വരണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പാല് നല്ലപോലെ തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ചീസ് സ്ലൈസസ് ചേർത്ത് കൊടുക്കാം. 2 സ്ലൈസസ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ചീസൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ സോസ് അത്യാവശ്യം കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇതായപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതേപോലെ നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും റെഡിയാക്കി എടുക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഫ്രോസൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഹോം മെയ്ഡായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാൻ സമയമില്ലാത്തവർ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പാക്കറ്റ് മേടിച്ച് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രഞ്ച് ഫ്രൈസ് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ ലാസ്റ്റാണ് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മയണൈസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് ഒരു സോസ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ മയണൈസ് ഒരു ബൗളിലേക്ക് എടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ മയോണൈസും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അസംബിൾ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ തന്നെ മയോണൈസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത സോസും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സോസും ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയാണ് ചേർക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. നമുക്കല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചും ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഒരു ലെയർ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ചിക്കൻ ഫ്രൈസസ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ അതും അതേപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും സോസസ് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമിയും നല്ല യമ്മിയും ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. പിള്ളേർക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടും അല്ലേ? പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി തന്നെയാണ് ഈ ലോഡഡ് ഫ്രൈസ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.